ഹലോ, അങ്ങനെ ഒരു വർഷം മുമ്പ് ഞങ്ങൾ പോയ മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ട്രിപ്പായിരുന്നു. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കായിരുന്നു. ബാറ്റിക് എയറിനായിരുന്നു നമ്മളെ സർവീസ്. നല്ല സർവീസായിരുന്നു കേട്ടോ. പിന്നെ പഴയ നമ്മളെ മിലൻഡോ എയർ റീബ്രാൻഡ് ചെയ്ത് വന്നാണ് ബാറ്റിക് എയർ. പിന്നെ അതിപ്പോൾ കുലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഡയറക്റ്റ് നമ്മൾ സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു തിയാൻഹു ടെമ്പിൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊരു ബുദ്ധിസ്റ്റ് ചൈനീസ് ടെമ്പിളാണ്. മലേഷ്യയിലൊരു ഡെമോഗ്രഫി പറയുകയാണെങ്കിൽ മെയിൻലി 3 എത്നിക് ഗ്രൂപ്പ്സാണ് ഇവിടെ ഉള്ളത്. ഒന്ന് മലായി സംസാരിക്കുന്ന മലേഷ്യൻസ്, ഒറിജിനൽ മലേഷ്യൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചൈനീസ് ബുദ്ധിസ്റ്റ് ആൾക്കാർ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഇന്ത്യൻ ഒറിജിൻസായ തമിഴന്മാർ. നമ്മളെ ഗൈഡൊക്കെ ഒരു തമിഴനായതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലായിരുന്നു. ഒക്കെ ഫുൾ കാര്യങ്ങൾ മൂപ്പര് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ തിയാൻഹു ടെമ്പിളിൽ നിന്ന് ഡയറക്റ്റ് പിന്നെ പോയത് ടുഗു നിഗാര എന്ന് പറഞ്ഞൊരു മോണിമെൻറ്റ് സ്പോട്ടിലേക്കായിരുന്നു. അത് മലേഷ്യൻ്റെ ഫ്രീഡം സ്ട്രഗിളായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യ ഗേറ്റൊക്കെ സ്ഥാപിച്ച പോലെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് മലേഷ്യയിൽ ജപ്പാനീസ് ഓക്കുപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ രക്തസാക്ഷികൾക്കുള്ള മോണിമെൻ്റ് ആയിരുന്നു അത്. പിന്നെ അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു മസ്ജിദിലോട്ടാണ് പോയത്, ഒരു മോസ്ക്, മുസ്ലിം മോസ്ക്. അതൊരു അത്യാവശ്യം വലിയ, കുലാലംപൂരിൽ തന്നെ അത്യാവശ്യം വലിയൊരു പള്ളിയായിരുന്നു. അവിടെ നമ്മൾ പിന്നെ നിസ്കരിച്ച് കുറച്ചൊന്ന് റിലാക്സൊക്കെ ആയി. പിന്നെ ഞങ്ങൾ പോയത് കുലാലംപൂർ എന്നുള്ള പേര് വരാൻ കാരണമായ 2 റിവർ എന്ന് പറയാൻ പറ്റില്ല, 2 കനാല്. അത് മലായിൽ 2 റിവർ ജോയിൻ ചെയ്തു എന്നുള്ള ഒരു ട്രാൻസ്ലേഷനാണ് ഈ കുലാലംപൂർ എന്നുള്ള പേര് വന്നത്. പിന്നെ അവിടെ ഞങ്ങൾ കിങ് പാലസ് പോയി, മലേഷ്യൻ്റെ കിങ്ങിൻ്റെ റെസിഡൻസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് റെസ്ട്രിക്ഷനാണ്, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗേറ്റ് വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് നമുക്ക് ഗേറ്റിൻ്റെ ഉള്ളിൽ പോയാൽ തന്നെ നോക്കിയാൽ തന്നെ ഒരു യെല്ലോ ഫ്ലാഗ് ഇങ്ങനെ കാണും. അപ്പോൾ 2 മലേഷ്യൻ നാഷണൽ ഫ്ലാഗിൻ്റെ നടുക്കൊരു യെല്ലോ ഫ്ലാഗ്. ആ യെല്ലോ ഫ്ലാഗ് ഉണ്ടെങ്കിൽ കിങ് റെസിഡൻസിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ പോയ സമയത്ത് യെല്ലോ ഫ്ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കിങ് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൈ സെക്യൂരിറ്റിയാണ്. പിന്നെ അവിടുന്ന് ഡയറക്റ്റ് പിന്നെ നമ്മൾ പോയത് KL ടവർ എന്ന് പറയും. അതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ്. നമ്മൾ അതിന് മുകളിലൊരു ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഒബ്സർവേഷൻ ഡെസ്കിലൊക്കെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. ബുർജ് ഖലീഫൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം മലേഷ്യയിലെ നല്ലൊരു ഒബ്സർവേഷൻ ഡെസ്ക് തന്നെയായിരുന്നു. മുകളിൽ നമുക്ക് വണ്ടികളൊക്കെ വളരെ ചെറിയ സൈസിലാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ KL ടവറിൽ നിന്ന് നമുക്ക് അടുത്തുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അതിലൊന്നാണ് ഈ മെർദേക്ക 118. അത് വേൾഡിൽ തന്നെ 2nd ലാർജസ്റ്റ് ബിൽഡിംഗ് ആണ്. പിന്നെ KL ടവറും വേൾഡിലെ 7th ലാർജസ്റ്റ് ടവറാണ്, ബിൽഡിംഗ് അല്ല, ടവർ. പിന്നെ ഇത് ഒരു വർഷം മുമ്പ് പോയ ട്രിപ്പാണ്, അതിനനുസരിച്ചുള്ള ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ മെയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് പെട്രോണാസ് ട്വിൻ ടവർ, മലേഷ്യൻ്റെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ്. 2004 വരെ ഇത് വേൾഡിലെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. അവിടുന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഡേ 1 ആണ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹോട്ടൽ റൂമിൽ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ബാക്കിൽ തന്നെ ഒരു ചൈനീസ് സ്ട്രീറ്റ് ഉണ്ട് എന്ന്. അപ്പം ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നേരെ ചൈനീസ് സ്ട്രീറ്റിലേക്കാണ് വെച്ച് പിടിച്ചു. അപ്പോൾ അവിടുന്ന് പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് നമ്മളെ കോഴിക്കോട് SM സ്ട്രീറ്റിൻ്റെ ഒരു 3 അറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ 2ാമത്തെ ദിവസത്തെ കാഴ്ചകളായിട്ട് അടുത്ത വ്ളോഗിൽ വരാം. ബൈ.